സംസ്ഥാനം സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് അതായിരുന്നു പാതിവില തട്ടിപ്പ്. അതിനിരയായവർക്ക് നീതി ഇനിയും അകലെയാണ്. അന്വേഷണം CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ തൊടുപുഴ മുട്ടം ശങ്കരപ്പള്ളിയിലുള്ള വീട്ടിലേക്ക് തട്ടിപ്പിനിരയായവർ ഇന്ന് പ്രതിഷേധവുമായി എത്തി. ഉത്രാട ദിനമായി ഇന്ന് നടു റോഡിൽ വാഴയിലയിൽ കല്ല് വിളമ്പിയാണ് സ്ത്രീകൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. നഷ്ടപ്പെട്ട തുക എന്ന് തിരികെ കിട്ടും എന്നതാണ് ഇവരുടെ ചോദ്യം. നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് അനന്തുകൃഷ്ണന്റെ പാതിവില തട്ടിപ്പിൽ ഇരകളായത്. 50,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ പോയവർ ഇക്കൂട്ടത്തിലുണ്ട്. വിവിധ കേസുകളിലായി അനന്തുകൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും ഈ ഇരകൾക്ക് നഷ്ടപ്പെട്ട തുക എന്ന് തിരികെ ലഭിക്കുമെന്നതിൽ തീരുമാനമില്ല. സംസ്ഥാനം സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായ പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തുകൃഷ്ണൻ അറസ്റ്റിലായി മാസങ്ങൾ കഴിഞ്ഞു. 2 കേസുകളിൽ നിലവിൽ ജാമ്യം ലഭിച്ചു. എന്നാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടില്ല. ഉടൻ സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്രാട ദിനമായി ഇന്ന് ഇരകളാക്കപ്പെട്ടവർ അനന്തുകൃഷ്ണന്റെ തൊടുപുഴ ശങ്കരപ്പള്ളിയിലെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയത്. കേസ് CBI അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നടു റോഡിൽ വാഴയിലയിൽ കല്ല് വിളമ്പി വീട്ടമ്മമാർ പ്രതിഷേധിച്ചു. ഈ അന്വേഷണം തുടങ്ങിയിട്ട് 6 മാസമായിട്ടും യാതൊരുവിധ അന്വേഷണ പുരോഗതിയും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഉത്രാട നാളിൽ അനന്തുകൃഷ്ണന്റെ വീട്ടിലേക്ക് ഈ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട വനിതകൾ അവർക്ക് ഓണമുണ്ണാൻ അല്ലെങ്കിൽ ഓണത്തിന് സദ്യ ഒരുക്കുവാൻ പണമില്ലാത്ത അവസ്ഥയിൽ പട്ടിണി സമരവുമായി ഈ വീടിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രതിഷേധം കടന്നു പോകുന്ന വഴി അനന്തുകൃഷ്ണന്റെ സഹോദരിയുടെ വീടിന് മുൻപിലെത്തിയപ്പോൾ നേരിയ സംഘർഷമുണ്ടായി. അനന്തുകൃഷ്ണന്റെ സഹോദരിയും കുടുംബാംഗങ്ങളും പ്രതിഷേധക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് ആരോപണം. അനന്തുവിന്റെ പെങ്ങളോ ഇവിടെ വന്നു ഞങ്ങളുടെ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുമെങ്കിൽ അവർക്ക് എത്രത്തോളം പിന്തുണ ഉണ്ടാവും ചിന്തിച്ചു നോക്കാം. എത്ര അഹങ്കാരം വേണം ചിന്തിച്ചു നോക്കാം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കിട്ടണം, അത്രേ ഞങ്ങൾക്കുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്കില്ല. അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് ശമ്പളം മാത്രമാണ് തനിക്ക് കിട്ടിയതെന്നായിരുന്നു സഹോദരി ഐശ്വര്യ കൃഷ്ണന്റെ പ്രതികരണം. തട്ടിപ്പിനിരയായവരുടെ 1 രൂപ പോലും തങ്ങളുടെ കൈവശമില്ല എന്നും സഹോദരി. 400 കോടി പോയിട്ട് 400 രൂപയെങ്കിലും അനന്തുകൃഷ്ണന്റെ സാലറി എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതല്ലാണ്ട് അനന്തുകൃഷ്ണന്റെ ഒരു തട്ടിപ്പ് പണം എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു തരാൻ ഉറപ്പായിട്ട് ഞാൻ ഓക്കെയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്റെ കയ്യിൽ 1 രൂപ പോലും ഈ പറഞ്ഞ തട്ടിപ്പ് പണം വന്നിട്ടില്ല. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്ത് പാതിവില തട്ടിപ്പിൽ 235 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മുഖ്യപ്രതിയായിട്ടുള്ള അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ്. ഈ കേസിൽ രാഷ്ട്രീയക്കാരുടെ ഉൾപ്പെടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.